ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ മുൻ ചെയർമാനാണ് അദ്ദേഹം, സംസ്ഥാന ഡാം സേഫ്റ്റി അതോറിറ്റിയാണ്. ശ്രീ സി എൻ രാമചന്ദ്രൻ, എനിക്കറിയാം അങ്ങ് അധിക സമയമായി നമുക്കൊപ്പം ഉണ്ട്. നമ്മുടെ മന്ത്രി അടക്കമുള്ളവരും ഇവരുടെ കൺസേണുകൾ നമ്മൾ കേൾക്കുകയായിരുന്നു. കാരണം അങ്ങേക്ക് ഈ വിഷയത്തിൽ ഈ ജനങ്ങളോട് ചിലത് പറയാനുണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം സുരക്ഷ സംബന്ധിച്ച് അങ്ങേക്കാണല്ലോ ഇതിൽ എന്തെങ്കിലും ആധികാരികമായി പറയാൻ കഴിയുക. ഇപ്പോൾ തുംഗഭദ്ര ഡാം ഗ്രാവിറ്റി ഡാമാണ്, അതിൻ്റെ ഒരു ഗേറ്റ് തകർന്നു. അതൊക്കെ ഈ ജനങ്ങളെ സംബന്ധിച്ച് വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ചൂരൽമലയിലെ സംഭവം അടക്കം ഒരിക്കലും അവിടേക്ക് ഉരുൾപൊട്ടി എത്തില്ല എന്ന് കരുതിയ മനുഷ്യരായിരുന്നു ചൂരൽമലയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ 572 മില്ലിമീറ്റർ അതിതീവ്ര മഴ 2 ദിവസം കൊണ്ട് പെയ്തു. ആ പ്രദേശം ഒന്നാകെ ഇല്ലാതായി. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിതീവ്ര മഴയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ തുംഗഭദ്ര ഡാം പോലെയുള്ള ഡാമുകൾ തകരുന്ന പശ്ചാത്തലത്തിൽ ഇടുക്കിയിലെ ഈ മുല്ലപ്പെരിയ ഡാമിന് എന്ത് സംഭവിക്കുമെന്ന ആശങ്ക യഥാർത്ഥത്തിൽ സാധുതയുള്ളതല്ലേ ശ്രീ എൻ രാമചന്ദ്രൻ നായർ? ജനങ്ങളുടെ ആശങ്ക വളരെ ന്യായമാണ്. എനിക്ക് പറയാനുള്ളത്, വളരെ പ്രായോഗികമായിട്ടുള്ളൊരു സൊല്യൂഷൻ, ഒരു പരിഹാരം മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജലവിധാനം നിലനിർത്തിക്കൊണ്ട് ഡാമിനെ ഡീകമ്മീഷൻ ചെയ്യാതെ പുതിയ ഡാം പണിയാൻ സാധിക്കും. സാങ്കേതികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ വേറൊന്ന്, തമിഴ്നാടിൻ്റെ എതിർപ്പിനെ മറികടന്ന് സുപ്രീം കോടതിയോ കേന്ദ്ര ഗവൺമെൻറ്റോ ഈ ഡാമിനെ ഡീകമ്മീഷൻ ചെയ്ത് വർഷങ്ങളോളം 4-5 ജില്ലയുടെ വെള്ളമാണ് മരുഭൂമിയായി പോകും തമിഴ്നാടിൻ്റെ ഒരു പ്രദേശം മുഴുവൻ. അതിന് അനുവദിക്കണ പ്രശ്നമില്ല. സുപ്രീം കോടതി അനുവദിക്കില്ല, കേന്ദ്ര ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല, തമിഴ്നാട് ഗവൺമെൻറ്റിൽ ഒരു മനുഷ്യനും അതിനെ അംഗീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഡാം ഡീകമ്മീഷൻ എന്ന് പറഞ്ഞാൽ അപ്രായോഗികമാണ്, അസാധ്യമാണ്, നടപ്പില്ലാത്ത കാര്യമാണ്. പക്ഷേ മന്ത്രി വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യം പറഞ്ഞു. ഡാം നിലനിർത്തിക്കൊണ്ട് ജലവിധാനം കുറച്ചുകൊണ്ട് പുതിയ ഡാം പണിയാൻ സാധിക്കും. എത്രയാണേലും 130 വർഷം പഴക്കമുള്ള ഡാം, എത്രയോ വർഷങ്ങൾ, തലമുറകൾ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രായോഗികമല്ല. അതിനൊരു റിസ്ക് ഫാക്ടറുണ്ട്, യാതൊരു സംശയവുമില്ല. ഈ ഡാമിന് സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കേന്ദ്ര ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ കൺട്രോളിലുള്ളതാണ്. 15 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഡാമുകൾ മുഴുവൻ കേന്ദ്ര ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ വന്നു. അതിന് വേണ്ടി അതുകൊണ്ട് കേരള ഗവൺമെൻറ് റഫർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡാമിനെ അവരുടെ നിയന്ത്രണത്തിലാണ്. ഈ 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞ പിന്നെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ വാട്ടർ ലെവൽ ഫിക്സ് ചെയ്തു. അതാണ് റൂൾ കർവ് അനുസരിച്ച് ഇപ്പം സുപ്രീം കോടതി അനുവദിച്ചതിൽ താത്തി റൂൾ കർവ് ഫോളോ ചെയ്തുകൊണ്ടാണ് തമിഴ്നാട് മുല്ലപ്പെരിയാറിലും വെള്ളം നിലനിർത്തുന്നത്. അതുകൊണ്ട് മന്ത്രി പറഞ്ഞത് ജലനിരപ്പ് ഒരു പരിധി വരെ നിയന്ത്രിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ വെള്ളം തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ട് പുതിയ ഡാം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സൊല്യൂഷൻ അല്ലാതെ ഇതിന് യാതൊരു പരിഹാരവും ഇല്ല. പിന്നെ വേറൊന്ന്, അത് അനുവദിക്കണമെങ്കിൽ ഇപ്പം തന്നെ ഒരു സമിതി കേരള തമിഴ്നാട് അങ്ങ് തുടർന്നോളൂ. വളരെ പ്രധാനപ്പെട്ട, ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. അങ്ങോട്ട് പറഞ്ഞോളൂ. സുപ്രീം കോടതി നിയോഗിച്ച ഒരു സമിതിയാണ് ഇപ്പോൾ ഇതിൻ്റെ നിയന്ത്രണം, ഇതിൻ്റെ കുറിച്ചുള്ള ശുപാർശകൾ സുപ്രീം കോടതി കൊടുക്കുന്നത്. അത് കേരള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയുണ്ട്. പക്ഷേ ഈ കേരളവും തമിഴ്നാടും കൂടെ ഒരു മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ പറഞ്ഞ പോലെ ഒരു ധാരണ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പുതിയ ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യാതെ തമിഴ്നാടിന് തുടർച്ചയായിട്ട് ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് നടത്താൻ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി അതിന് അനുവാദം കൊടുക്കും. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ജലവിധാനത്തിനെ സംബന്ധിച്ചുള്ള ജഡ്ജ്മെൻറ്റ്, ഡാമിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചുള്ള ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതി പറഞ്ഞത് അത് പറയുന്നത് പോലെ ഇതിന് മുന്നിലുള്ള പ്രായോഗിക സൊല്യൂഷൻ ഇതാണെന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കുക. ഒന്ന്, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ഞാനത് പ്രേക്ഷകരിലേക്ക് കാര്യം നമ്മളിത് സാങ്കേതികമായി പറയുമ്പോൾ ചില പ്രേക്ഷകരെങ്കിലും സാധാരണക്കാരായ മനുഷ്യരാണല്ലോ. അവർക്ക് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, മിനിസ്റ്റർ പറഞ്ഞതും ഇപ്പോൾ സി എൻ രാമചന്ദ്രൻ നായർ പറയുന്നതും നേരത്തെ CP രാജേന്ദ്രൻ പറഞ്ഞതും ഒക്കെ ഒറ്റ കാര്യമാണ്. ഡീകമ്മീഷനിങ് എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് പ്രായോഗികമല്ല. തമിഴ്നാട്ടിലത് പ്രാദേശിക വികാരം ആളിക്കത്തിക്കും. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ അത് നിലനിൽക്കില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഡാമിൻ്റെ സേഫ്റ്റി സംബന്ധിച്ചിട്ടുള്ള ഗ്രൗണ്ട് ഡാറ്റ ഇപ്പോൾ നിലവിൽ നമുക്ക് എടുക്കുക സാധ്യമല്ല. കാരണം അവിടെയുള്ള പഠനങ്ങൾക്ക് തമിഴ്നാട് വൈകാരികമായിട്ട് അതിനെ എതിർക്കുന്നു. അതാണ് CP രാജേന്ദ്രൻ പറഞ്ഞതുപോലെ ഇതിന് ഡിഫമേഷൻ ഡാറ്റ കിട്ടണം. തിയറിറ്റിക്കലായിട്ടുള്ള അനുമാനങ്ങൾ മാത്രമേ ഇപ്പോഴുള്ളൂ.
ആ തിയററ്റിക്കൽ അനുമാനങ്ങളിൽ ബലക്ഷയം ഉണ്ടാകാം. ഏത് ഡാമിനും എന്നേ ഏതൊരു തിയറിയും പറയൂ, കാരണം അതിലൊരു കാലം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ അതിൻ്റെ ഗ്രൗണ്ട് ഡാറ്റ നമുക്ക് ലഭ്യമല്ല. സുർക്കി മിശ്രിതം അവിടെയും ഇവിടെയും വിള്ളലുണ്ടായി, ഡാമിന് ചരിവുണ്ട് തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചിലത് അസംബന്ധമാണ്, ചിലത് അർത്ഥസത്യങ്ങളുമാണ്. അപ്പോൾ രാമചന്ദ്രൻ നായർ പറയുന്നത് പോലെ, മന്ത്രി പറഞ്ഞതുപോലെയുള്ള ഈ നിർദ്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിലവിലുള്ള ഡാം ഡീകമ്മീഷൻ ചെയ്യാതെ ജലവിധാനത്തെ നിലനിർത്തിക്കൊണ്ട് ആ സ്ഥലത്ത് ഒരു പുതിയ ഡാം നിർമ്മിക്കുകയാണ് ഏക പോംവഴി. ആ